നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. ലാസ്റ്റത്തെ കേസാണ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ എറോണിയസ് ബിലീഫ് കൺസേണിങ് സംതിങ് അല്ലേ, എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ വിശ്വാസത്തിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് പിന്നീട് ഇൻവാലിഡാണ്. എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആകുന്നത്? മിസ്റ്റേക്ക് വഴിയാണ് ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ കൺസെൻറ്റ് ഒരിക്കലും ഫ്രീ കൺസെൻറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഫ്രീ കൺസെൻറ്റ് ഇല്ലെങ്കിൽ അല്ലേ, ഒരു കോൺട്രാക്റ്റിൻ്റെ 10 എസെൻഷ്യൽ എലമെൻറ്റിൽ വൺ ഓഫ് ദി എലമെൻറ്റാണ് ഈ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ആ ഫ്രീ കൺസെൻറ്റ് ഇല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായി കൺസിഡർ ചെയ്യില്ല? വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അത് ഇൻവാലിഡ് കോൺട്രാക്റ്റ് ആകും. അതിനൊരു ലീഗൽ എഫക്റ്റും ഉണ്ടാവില്ല. സോ ഇതാണ് മിസ്റ്റേക്ക്. സോ മിസ്റ്റേക്കിൻ്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി മിസ്റ്റേക്കിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം മിസ്റ്റേക്ക് ഓഫ് ലോ നോക്കാം. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയിൽ പറയുന്നത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലേ. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിലുള്ള എല്ലാ ലോസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ ലോ അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു പോയി എന്നൊരു എക്സ്ക്യൂസ് പറയാൻ കഴിയില്ല. അതാണ് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ ലോയിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യൻ ലോ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ കോൺട്രാക്റ്റിനെ വോയിഡ് ആക്കാൻ അയാൾക്ക് കഴിയില്ല. ഇതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയിൽ പറയുന്നത്. ഓക്കെ, സെക്ഷൻ 21 പറയുന്നുണ്ട് എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ ഇഫ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ മിസ്റ്റേക്ക് കൺസേണിങ് എനി ലോ ഇൻ ഫോഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ലോയിനെ പറ്റിയിട്ട് ഒരു മിസ്റ്റേക്ക് വന്നു എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനെ വോയിഡബിൾ ആക്കാൻ കഴിയില്ല. ഓക്കെ, ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റീസിന് ഇന്ത്യൻ ലോ അറിഞ്ഞിരിക്കണം, അത് ഡ്യൂട്ടിയാണ്. പക്ഷേ ഫോറിൻ ലോ അറിഞ്ഞിരിക്കണം എന്നില്ല. സോ ഒരു പേഴ്സൺ കോൺട്രാക്റ്റിൽ ഫോറിൻ ലോയിൽ മിസ്റ്റേക്ക് സംഭവിച്ചു, അതിന് ഫോറിൻ ലോ അറിയാത്തത് കൊണ്ട് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് പറയാം എനിക്ക് ഫോറിൻ ലോ അറിയില്ല, അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ എന്ത് ചെയ്യാം? ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ കഴിയും, ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ദുബായിലൊരു 192 സ്ക്വയർ മീറ്റേഴ്സ് ലാൻഡ് പർച്ചേസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്ത്? ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ദുബായിൽ ഒരു ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 200 സ്ക്വയർ മീറ്റേഴ്സ് ലാൻഡ് വേണം. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ്, അതായത് ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ഓഫ് ലോ കഴിഞ്ഞു. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, അത് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ കോൺട്രാക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ആണെങ്കിൽ എന്ത് ചെയ്യാം? കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ കഴിയും അല്ലേ. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് നോക്കാം. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്തായിരിക്കും? ഒരു കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയും. സോ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. ബൈലാറ്ററൽ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആ ടേം അറിയാം അല്ലേ? ബൈലാറ്ററൽ മിസ്റ്റേക്ക്, ബൈലാറ്ററൽ എന്നാൽ തന്നെ രണ്ട് എന്നുള്ള, ബൈ വന്നാൽ തന്നെ രണ്ട് എന്നുള്ള മീനിങ് ആണ് അല്ലേ. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസിനും എന്ത് വന്നിരിക്കുകയാണ്? മിസ്റ്റേക്ക് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. യൂണിലാറ്ററൽ എന്തായിരിക്കും? കോൺട്രാക്റ്റിൽ ഒരു പാർട്ടിക്ക് മാത്രമാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതായത് ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മ്യൂച്വൽ മിസ്റ്റേക്ക് ആയിരിക്കും. രണ്ട് പാർട്ടീസിനും എന്ത് സംഭവിച്ചിരിക്കണം? മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കണം അല്ലേ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്റ്റ് നോട്ട് ഓഫ് ലോ. അതായത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിലെ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്റ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കണം സംഭവിച്ചിരിക്കേണ്ടത്. മിയർ ഒപ്പീനിയൻ ഒന്നും എന്തായി വരില്ല? മിസ്റ്റേക്കായി കൺസിഡർ ചെയ്യില്ല. അതുമാതിരി തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റഡ് ടു എ ഫാക്റ്റ് വിച്ച് മസ്റ്റ് ബി എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ്.
മിസ്റ്റേക്ക് ഫാക്റ്റ് റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ആ ഫാക്റ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. ദാറ്റ് ഈസ് മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ, ദെൻ മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്റ്റ്, ദെൻ മിസ്റ്റേക്ക് മസ്റ്റ് ബി റിലേറ്റഡ് ടു എ ഫാക്റ്റ് വിച്ച് മസ്റ്റ് ബി എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ്. സോ ഈ 3 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈലാറ്ററൽ മിസ്റ്റേക്കാണ്. സോ ബൈലാറ്ററൽ മിസ്റ്റേക്കിനെ തന്നെ നമുക്ക് വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്യാം. മിസ്റ്റേക്ക് as to the subject matter, മിസ്റ്റേക്ക് റിഗാർഡിംഗ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. മിസ്റ്റേക്ക് as to the subject matter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ റിലേറ്റഡ് ആയിട്ടാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം മിസ്റ്റേക്ക് as to the subject മാറ്ററിൽ വീണ്ടും ഉണ്ട്, കാരണം സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. മിസ്റ്റേക്ക് as to the subject മാറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. മിസ്റ്റേക്ക് റിഗാർഡിംഗ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും കൂടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. എയുടെ കാറ് ഗോഡൗണിൽ കിടക്കുന്നുണ്ട്, ആ കാറ് ബിക്ക് സെയിൽ ചെയ്യുക എന്നുള്ള എഗ്രിമെൻ്റ് ആണ്. സോ രണ്ടുപേരും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, രണ്ടുപേരും വിശ്വസിക്കുകയാണ് ആ ഗോഡൗണിൽ തന്നെ കാറ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി ആ ഗോഡൗണിൽ കാറ് ഇല്ല, ഫയർ വന്നിട്ട് ഡിസ്ട്രോയ് ആയിട്ടുണ്ടാവാം. പക്ഷേ രണ്ടുപേരും എന്താണ് വിശ്വസിക്കുന്ന ആ കാറ് ഗോഡൗണിൽ തന്നെ കിടക്കുകയാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ആക്ച്വലി അവിടെ ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ മിസ്റ്റേക്ക് റിഗാർഡിംഗ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ സംഭവിച്ചിട്ടുണ്ട്. സോ എഗ്രിമെൻറ്റ് വോയിഡ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ അല്ലേ. അതായത് ഇവിടെ കൺസെൻസസ് ആഡ് ഐറ്റം ഇല്ലാത്തതാണ് മിസ്റ്റേക്ക്. അതായത് രണ്ട് പാർട്ടീസും സബ്ജക്റ്റ് മാറ്ററിൻ്റെ കുറിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. ഒരു പേഴ്സൺ ഒന്ന് മനസ്സിൽ വിചാരിക്കും, അതർ പേഴ്സൺ മറ്റൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കും. മിസ്റ്റേക്ക് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബീൻ്റെ കയ്യിൽ നിന്ന് 10,000 ബാഗ്സ് ഷുഗർ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഷുഗർ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ത്രൂ ഷിപ്പിലൂടെയാണ്. സോ ഷിപ്പിൻ്റെ പേര് എ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു സെഡ് എന്ന് പറയുന്ന ഷിപ്പിൻ്റെ പേരെന്ന് വിചാരിക്കാം. സെഡ് എന്ന ഷിപ്പിലാണ് കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞു. ഓക്കെ, ബി അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ആക്ച്വലി സെഡ് എന്ന് പറഞ്ഞിട്ട് 2 ഷിപ്പുണ്ട്. ഒന്ന് ഒക്ടോബറിൽ വരും, മറ്റൊന്ന് ഡിസംബറിൽ വരും. പക്ഷേ അത് ഒക്ടോബറിൽ വരുന്ന ഷിപ്പിലാണോ ഷുഗർ കൊണ്ടുവരിക, ഡിസംബറിൽ വരുന്ന ഷിപ്പിലാണോ ഷുഗർ കൊണ്ടുവരിക എന്നുള്ളത് മാത്രം പറഞ്ഞില്ല. എ വിചാരിച്ചിരിക്കുന്നത് ഒക്ടോബറിലും ബി വിചാരിക്കുന്നത് ഡിസംബറിലും ആണെങ്കിൽ ഇവിടെ എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്? മിസ്റ്റേക്ക് റിഗാർഡിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ഓക്കെ, ഈ കേസിലും ആ കോൺട്രാക്റ്റ് എന്താണ് വോയിഡ് ആകും. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ടൈറ്റിൽ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പാണ്. അപ്പോൾ ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ട് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയുടെ ഓണർഷിപ്പിലാണ് ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, അത് സെയിൽ ചെയ്യണം. ബി എന്ത് ചെയ്യണം, ഓക്കെ അത് എയുടെ പ്രോപ്പർട്ടി ആണ് പറഞ്ഞിട്ട് ബി അത് വാങ്ങണം. ആക്ച്വലി അത് എയുടെ പേരിലുള്ള അല്ലെങ്കിൽ എയുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി അല്ല. സോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ടൈറ്റിൽ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ടൈറ്റിൽ മീൻസ് ഓണർഷിപ്പ് എന്നാണ് മീനിങ്. അപ്പം ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പം എ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ക്വാണ്ടിറ്റി, ബി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു ക്വാണ്ടിറ്റി. അപ്പോൾ സെല്ലിംഗ് ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയും തമ്മിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഉണ്ടെന്ന് അർത്ഥം. സോ അങ്ങനെയുള്ള കേസിലും കോൺട്രാക്റ്റ് വോയിഡ് ആണ്. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ക്വാളിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്, രണ്ട് പാർട്ടീസിൻ്റെയും മനസ്സിലും ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആണെങ്കിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഹോസ് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സെയിൽ ചെയ്യുക പറഞ്ഞത് കാർട്ട് ഹോസാണ്. ബി ഹോസ് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ബിയുടെ മനസ്സിലത് റേസ് ഹോസാണ് പർച്ചേസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഹോസിൻ്റെ രണ്ടുപേരുടെയും ക്വാളിറ്റി അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ എഗ്രിമെൻറ്റ് വോയിഡാണ്. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് പ്രൈസ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. പ്രൈസ് റിലേറ്റഡ് ആയിട്ട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റേക്ക് as to the സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ സബ്ജക്റ്റ് മാറ്ററിൽ എന്തൊക്കെ വരുന്നുണ്ട്? എക്സിസ്റ്റൻസിൻ്റെ കേസിൽ മിസ്റ്റേക്ക് വരിക, ഐഡൻറ്റിറ്റിൻ്റെ കേസിൽ മിസ്റ്റേക്ക് വരിക, സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിലിൻ്റെ കേസിൽ മിസ്റ്റേക്ക് വരിക, ക്വാണ്ടിറ്റിൻ്റെ കേസിൽ, ക്വാളിറ്റിൻ്റെ കേസിൽ, സബ്ജക്റ്റ് മാറ്ററിൻ്റെ പ്രൈസിൻ്റെ കേസിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മിസ്റ്റേക്ക് as to the സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയും. അത് വോയിഡ് ആയിരിക്കും. ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും.
ഇനി നമുക്ക് മിസ്റ്റേക്ക് റിഗാർഡിംഗ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നോക്കാം. അതായത് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ രണ്ട് പാർട്ടീസും വിചാരിച്ചു ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത്. പക്ഷേ ആക്ച്വലി അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആ ഇമ്പോസിബിൾ എന്ന് പറയുന്നത് മേ ബി ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആകാം, ലീഗൽ ഇമ്പോസിബിലിറ്റി ആകാം. ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ബേസിസിലാണ് കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയില്ല. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ന്യൂ മെഷീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ഓണറാണ്. അപ്പോൾ എ പറയാണ് 50 സ്കൂട്ടേഴ്സ് ബിക്ക് കൊടുക്കാമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 2 months കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനി വൈൻഡിങ് അപ്പ് ആയി. അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂട്ടേഴ്സ് സപ്ലൈ ചെയ്യാൻ കഴിയില്ല. പിന്നീട് ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ഇതിനാണ് നമ്മൾ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ലീഗലി പോസിബിൾ അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഞാൻ അടുത്ത പേഴ്സണ് സെയിൽ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അത് പോസിബിൾ ആവുമോ? അത് ഒരിക്കലും ലീഗലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇമ്പോസിബിളാണ്. നെക്സ്റ്റ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പോൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ രണ്ടെണ്ണം ഉണ്ട്. മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ, മിസ്റ്റേക്ക് റിഗാർഡിംഗ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഓക്കെ. ദെൻ നമുക്ക് നോക്കാം യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓൺലി വൺ പാർട്ടിക്കാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. സോ ഓൺലി വൺ പാർട്ടിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ട് മേ ബി ആ പാർട്ടിൻ്റെ നെഗ്ലിജൻസ് കൊണ്ടാകാം, അല്ലെങ്കിൽ റീസണബിൾ കെയർ എടുക്കാത്തത് കൊണ്ട് ആണെങ്കിൽ ഒരിക്കലും ആ പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിന് വോയിഡ് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്യുന്ന മിസ്റ്റേക്കാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിന് വോയിഡ് ആക്കാൻ പറ്റും. അല്ലാത്ത കേസിൽ പറ്റില്ല. അതായത് അയാളുടെ നെഗ്ലിജൻസ് കൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്, റീസണബിൾ കെയർ എടുക്കാത്തത് കൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് എങ്കിൽ ആ കോൺട്രാക്റ്റ് ആ പാർട്ടിക്ക് അവോയ്ഡ് ചെയ്യാനോ വോയിഡ് ആക്കാനോ കഴിയില്ല. യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മിസ്റ്റേക്ക് ആസ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ കോൺട്രാക്റ്റഡ് വിത്ത് അല്ലേ. കോൺട്രാക്റ്റും പാർട്ടീസിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്ക് ബീൻ്റെ അടുത്താണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ സി എന്ന വ്യക്തിനെ ബി ആണെന്ന് വിചാരിച്ചിട്ട് എ എന്ത് ചെയ്തു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത്, മിസ്റ്റേക്ക് ആസ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ തന്നെ മാറിപ്പോയി അല്ലേ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മിസ്റ്റേക്ക് ആസ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു യൂണിലാറ്ററൽ മിസ്റ്റേക്കാണ്. കോൺട്രാക്റ്റ് നമുക്ക് വോയിഡ് ചെയ്യാൻ പറ്റും. ദെൻ മിസ്റ്റേക്ക് ആസ് ടു ദി നേച്ചർ ഓഫ് ദ കോൺട്രാക്റ്റ്. അതായത് കോൺട്രാക്റ്റിൻ്റെ നേച്ചർ റിലേറ്റഡ് ആയിട്ടാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അയാൾ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാൻ കൊടുത്തപ്പോൾ സൈൻ ചെയ്തത് വിറ്റ്നസ് കോളത്തിലാണ്. പക്ഷേ അയാൾ കോൺട്രാക്റ്റും പാർട്ടിയാണ്. വിറ്റ്നസ് കോളത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ നേച്ചറേ മാറിപ്പോകും അല്ലേ. അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ പോലും ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് വോയിഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് മിസ്റെപ്രസെൻറ്റേഷൻ ഓൾറെഡി നോക്കി, ദെൻ മിസ്റ്റേക്ക് നോക്കി. മിസ്റ്റേക്കിൽ തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് നോക്കി. മിസ്റ്റേക്കിനെ നമുക്ക് 2 way ക്ലാസിഫൈ ചെയ്യാം, മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. അതിൽ മിസ്റ്റേക്ക് ഓഫ് ലോയിൽ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഉണ്ട് അല്ലേ. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ അഗെയിൻ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ, മിസ്റ്റേക്ക് റിഗാർഡിംഗ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ദെൻ യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ രണ്ടെണ്ണമാണ് മെയിൻലി വരുന്നത്, മിസ്റ്റേക്ക് ആസ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ, മിസ്റ്റേക്ക് ആസ് ടു ദി നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. സോ നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പേഴ്സൻ്റെ കൺസെൻറ്റ് ഫ്രീ ആകണമെങ്കിൽ അവിടെ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ നമ്മൾ കൊയേഷൻ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ്, അതുപോലെ തന്നെ മിസ്റെപ്രസെൻറ്റേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റ്റേക്ക് അല്ലേ, ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് കോൺട്രാക്റ്റിന് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.